Namaskaram, Guruji. നമസ്കാരം. Guruji, first of all, thank you so much. സമയമെടുത്തതിന് എനിക്ക് ക്വസ്റ്റ്യൻ ആൻസറിന് വേണ്ടിയിട്ട്. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഈ തിരിച്ചറിവ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് സെൽഫ് റിയലൈസേഷൻ? ഇതെന്താണ്? ബിക്കോസ് നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്, കുറേ ഡെഫിനേഷൻസ് ഉണ്ട്. അപ്പോൾ അതറിയണം എന്നൊരാഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും സ്വയബോധത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ. നമുക്കറിയാം, സെൽഫ് റിയലൈസേഷൻ എപ്പോഴും നമുക്ക് റിയലൈസേഷൻ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ എല്ലാവരും സഞ്ചരിക്കുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് റിയൽ ഹാപ്പിനെസ്? സന്തോഷം എന്ന് പറയുമ്പം നമുക്ക് ഭാവനയിലുള്ളതാണ് സ്നേഹം. അതെന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നാൽ കിട്ടുന്ന ഒന്നാണ്. നമുക്ക് ഭാവനയിലുള്ളതാണ് ആനന്ദം. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടുന്നതാണ്. നമുക്ക് ഭാവനയിലുള്ളതാണ് ശാന്തി. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയത് കിട്ടുമെന്നുള്ള ഭാവനയാണ്. എന്നാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചിലവർ കുറച്ച് നേരം ഒറ്റയ്ക്ക് വന്നിരിക്കുമ്പോൾ അവരല്ലാത്തൊരു ബോധം അവരിലേക്ക് വരുന്നൊരു സമയം, അവരല്ലാത്തൊരു ബോധം അവരിലേക്ക് കടന്നു വരികയും അവരിതുവരെ ഇല്ലാഞ്ഞൊരു ക്യാരക്ടർ അവരുള്ളിലേക്ക് രൂപീകൽപ്പനപ്പെടുന്നൊരു അവസ്ഥയിലേക്ക് അവരെത്തുന്നു. അപ്പോൾ അവർക്ക് തന്നെ ചേഞ്ചിങ് നടക്കുന്നു. അവരുള്ളിൽ അവരല്ലാത്തൊന്ന് അവരിലേക്ക് കടന്നു വരുന്നു. ആ ഒരു ടൈമിൽ അവർക്ക് മനസ്സിലാകും, ഞാൻ എന്തോ ഒരു ഓർമ്മകളിലായിരുന്നു കടന്നു പോയിക്കൊണ്ടത്. എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നത് പോലെ ഞാൻ എന്തൊക്കെയോ മെമ്മറി പ്രകാരം ഒരു സ്വയബോധമില്ലാതെ ഞാൻ സഞ്ചരിക്കുന്നതായിരുന്നു എന്നുള്ളത്, കൺട്രോൾ ഇല്ലാതെ. എന്നാൽ ഞാൻ എന്തൊക്കെയോ ഉണർന്നു. എനിക്ക് നാച്ചുറലി നടക്കുന്ന എൻ്റെ സ്നേഹം, നാച്ചുറലി നടക്കുന്ന എൻ്റെ ആനന്ദം, നാച്ചുറലി സംഭവിക്കുന്ന എൻ്റെ സമാധാനം, ഇതെല്ലാം സംഭവിക്കുന്നത് എൻ്റെ സെൽഫുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നുകൊണ്ടാണ്. എൻ്റെ ബോധം, ദിസ് ഇസ് എനർജി. ബോധം ഒരു ഊർജ്ജമാണ്. നമ്മുടെ ശരീരം മനസ്സുമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പലതുമാവുന്നത്, അല്ലേ? ഇപ്പോൾ ചിലവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എഞ്ചിനീയറാണ്. അന്ന് അവർക്ക് എഞ്ചിനീയറാണ്, അവർ പർട്ടിക്കുലറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്താലും അവർ വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? കാറ് വാങ്ങും, വീട് വാങ്ങും, കല്യാണം കഴിക്കും, കുട്ടിയെ എടുക്കും, അല്ല, എല്ലാം ചെയ്യും. അപ്പോൾ എല്ലാത്തിലും അവർ സുഖത്തിൻ്റെ ഭാവനയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഖമാണ്, കാറ് കിട്ടി, സുഖം കിട്ടും, വീട് കിട്ടി. പക്ഷേ അവർക്ക് ചിന്തകൾ നിൽക്കുന്നില്ല. ആ തോട്ട്സിൽ നിന്ന് വീണ്ടും വീണ്ടും തോട്ട്സ് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ക്രമീകരണമാണിത്. അതാണ് ഓരോ ജീവനും പരിണാമത്തിലേക്ക് പോകുമെന്ന് പറയുന്നത്. കാലക്രമേണ അറിയുന്ന ഒരു പ്രോസസ്സാണ്. എല്ലാവരും ഭാവനയിലാണ്. ആനന്ദത്തെ ഇങ്ങനെ കണക്ട് ചെയ്യാതെ അറിയാത്തതുകൊണ്ട് എല്ലാവരും സുഖത്തിൻ്റെ അതിൽ നിന്നുപോയി. ആനന്ദത്തെ കണ്ടെത്താൻ അതിനെന്ത് ചെയ്യണം? ധ്യാനം ചെയ്യണം. അപ്പോൾ ആന്തരികപരമായിട്ട് ബന്ധപ്പെടാത്തതുകൊണ്ട് പലർക്കും അതെന്താണെന്ന് അറിയാതായിപ്പോയി. അപ്പം അവരെന്ത് ചെയ്തു? സ്വന്തം ബോധമായി അവർ കുറച്ച് നേരം അവരുള്ളിലേക്ക് അവരുമായി ബന്ധപ്പെട്ടിരുന്നപ്പം അവരുടെ സ്വയമേ ഉള്ളത് അവർക്കില്ല. അവർ പറയല്ലോ, നമ്മളില്ലാത്തതാണ് നമ്മളാണ് ധരിച്ചു വെച്ചിരിക്കുന്നതല്ല. അതല്ലേ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ആൾക്കാർ പറഞ്ഞു, ഇത്രയും കാലം ഞാൻ വിഡ്ഢിയായിരുന്നു ഈ ഭൂമിയിലെന്ന്. മനസ്സിലായോ? എൻ്റെ ഇത്രയും കാലം ഞാൻ വിഡ്ഢിയായിരുന്നു, അത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വല്ലാത്തൊരു പശ്ചാത്താപമല്ല, ആ സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സ്റ്റേറ്റാണ് ഉണ്ടാകുന്നത്. മീൻസ് ഇത് ഞാൻ വിചാരിച്ച സ്നേഹം ഇങ്ങനെയായിരുന്നു കിട്ടേണ്ടത്, ഞാൻ വിചാരിച്ച ആനന്ദം, പക്ഷേ എൻ്റെ കാഴ്ചപ്പാടെ മാറിപ്പോയി. ഈ സൃഷ്ടിയുടെ മഹത്തരത്തിനെ കുറിച്ചാണ് നമ്മളപ്പോൾ ചിന്തിക്കുന്നത്. സൃഷ്ടി മഹത്തരമേറിയ ഒന്നാണല്ലേ? ഈ നേച്ചർ കാണുമ്പോൾ എത്ര വിവേകമാണിതിൽ. ആ വിവേകത്തോട് സൃഷ്ടിച്ചൊരു സൃഷ്ടിയാണ് നമ്മൾ. ഈ ഭൂമി എത്ര മഹത്തരമാണ്. ഈ സൃഷ്ടിയുടെ ഇത്രയും വിവേകമുള്ള ഒന്നായിട്ട് നമ്മൾ ഇതുമായി ചേരാതിരിക്കുമ്പോഴാണ് നമ്മൾ പലതിലും നമ്മളല്ലാത്തതിൽ പോകുന്നത്. അത് തൃപ്തി തരില്ല. ഞാൻ പറഞ്ഞതല്ലേ, ആനന്ദമെന്ന് നൽകുന്നതല്ലേ. ആനന്ദം കിട്ടിയാൽ ഞാൻ ഇതാന്ന് പറഞ്ഞിരിക്കണ്ട, ഞാൻ ഇതൊന്നും അല്ലാതാവും. മനസ്സിലായോ? ഞാൻ എഞ്ചിനീയറുമല്ല, ഡോക്ടറുമല്ല, ഞാൻ ഒന്നുമല്ല. ഐ എം നോട്ട് എ ബോഡി, ഐ എം നോട്ട് എ മൈൻഡ്. എന്തുകൊണ്ടാണ്? ഞാൻ ആ സ്റ്റേറ്റിനെ അറിയാം. ഇതൊരു ജീവൻ മാത്രമാണ്, അല്ലേ? ഇതൊരു ജീവനാണ്, അല്ലേ? ജീവൻ മാത്രമാണിത്, അല്ലേ? ജീവൻ്റെ അംശം മാത്രം. ഇപ്പോൾ അങ്ങക്ക് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും, അല്ലേ, എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും ഈ നിമിഷം അങ്ങയുടെ പ്രാണം പോയി, അല്ലേ? അങ്ങോട്ട് പറയാം, ആ സ്റ്റാഫ് അവിടെ വെയിറ്റ് ചെയ്യുന്നു, നമുക്ക് കുറച്ചുകൂടെ പ്രോജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങ് കേൾക്കുന്നുമില്ല, പറയുന്ന ആൾക്കൊരു റെസ്പോണ്ടും ഇല്ല, അല്ലേ? അപ്പോൾ ഇതൊരു ജീവൻ മാത്രമായിരുന്നു. അപ്പോൾ എവിടെയാണ് ഇത് ഉണർന്നിരിക്കുന്നത്? ശരീരം മനസ്സുമല്ല, ഇത് പാകപ്പെട്ടു വന്നതാണ്. ഈ ശരീരം മനസ്സും പാകപ്പെട്ടു വന്നതാണ്. ഈ വികാരങ്ങളും പാകപ്പെട്ടു വന്നതാണ്. ഈ 3 സ്റ്റേറ്റ് വരെ ഭൗതികത്തിൽ ഒരാൾ അറിയുന്നുള്ളൂ.
എന്നാൽ പ്രകൃതി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ദിവ്യ മനസ്സ് ഒരുക്കുന്നുണ്ട് ഈ ബോധവുമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കാനായിട്ട്. അതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാണ് നമ്മൾ പറയുന്നത് സെൽഫ് റിയലൈസേഷൻ സംഭവിക്കണം, സ്വന്തം അവയർനെസ് സ്റ്റേറ്റിൽ നിലനിന്ന് പോകണം എന്ന് പറയുന്നത്. ഇത് ജീവനല്ലാതെ ഞാൻ പല സാഹചര്യങ്ങളായി അവിടെ ഒതുങ്ങും. ഒരു ചട്ടക്കൂട്ടിനുള്ളിൽ ഇത് കണ്ടോ, ഈ ഒരു കൈവെള്ളനുള്ളിൽ ഒതുങ്ങും. പക്ഷെ ഇത് തുറന്നിരിക്കുന്ന ഒന്നാണ് ജീവൻ. ഇത് സർവ്വതുമായി ഒന്നായി, ഏകവും ഒന്നായിരിക്കുന്ന ഒന്നാണ്, ഒരു വ്യത്യസ്തമില്ലാത്ത രീതിയിൽ. അപ്പം ഇതിൻ്റെ ബോധം അല്ലേ, മനുഷ്യന് മാത്രമേ ഉള്ളൂ ദുരിതം. ഏറ്റവും കൂടുതൽ അപ്ഡേറ്റായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. പ്രകൃതിയിലെല്ലാം സന്തോഷിക്കുന്നുണ്ട്, മനുഷ്യന് മാത്രമേ ഉള്ളൂ ദുഃഖം. അതവൻ അവൻ്റെ ഈ വികാരങ്ങളിൽ മാത്രം അവൻ്റെ ജീവാംശനെ ഒതുക്കി നിർത്തും. ആ ദിവ്യതയിലേക്ക് അവൻ കടക്കുന്നില്ല. ആ ദിവ്യതയിൽ കടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാണശക്തിയെ ധ്യാനത്തിലൂടെ വർദ്ധിക്കണം. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യതി വേഗവിചാരം. പ്രാണായാമം പ്രത്യാഹാരം എന്ന് വെച്ചാൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കുറച്ച് നേരം ഒന്ന് അടക്കി വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിശ്ചലമായ അളവിൽ നമുക്കൊന്നും തന്നെ ഈ ശരീരം മനസ്സുമായിട്ട് കുറച്ചൊരു അകൽച്ച നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോധവുമായിട്ടാണ് സദാസമയം. ഈ ടൈമിൽ ആ ദിവ്യ മനസ്സിൽ ഉണർവുണ്ടാവും. അപ്പോൾ നമ്മളിൽ നിന്ന് നമ്മൾ വികാരങ്ങളെ കാണുന്ന ഈഗോ, നമ്മളിപ്പോൾ കാണുന്ന സ്നേഹം, എന്തെങ്കിലും കിട്ടിയാൽ കൊടുക്കുന്ന സ്നേഹം, പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹം, ഇതെല്ലാം മാറി നേച്ചറിൻ്റെ ഫോമോ, മനസ്സിലായി? ഇതെല്ലാം തരുകയാണ്. പ്രകൃതി മൊത്തം നമുക്ക് തരുവാണ്. നമ്മളതുകൊണ്ട് ഈ ജീവൻ പോലും അല്ലേ നിലനിൽക്കുന്നു ശരീരത്തിൽ. പക്ഷേ ഈ ദിവ്യതയിലേക്ക് കയറുന്നില്ല. അവിടെയാണ് നമുക്ക് ഈ പ്രശ്നം പറ്റുന്നത്. അതിനാണ് നമ്മൾ സെൽഫ് റിയലൈസേഷനോട് അവയർനെസ്സോട് കൂടിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ബോധമായി ഈ സൃഷ്ടിയെ കണക്ട് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. താങ്ക് യു ഗുരുജി. ഇത് ഇപ്പോൾ ക്ലിയറായി. ഇപ്പോൾ വാട്ട് ഈ സെൽഫ് റിയലൈസേഷനുമായി എന്തുകൊണ്ടാണ് അത് വേണ്ടതും അതുമായി ഇപ്പോൾ നമ്മൾ തേടി നടക്കുന്നത് ഹാപ്പിനെസ്. നമ്മൾ വിചാരിക്കുന്ന ഈ വസ്തുവിലാണ്, ഈ ഓബ്ജക്റ്റിലാണ്, പക്ഷേ അതൊരു ടെമ്പററി ആയിരിക്കും, ശാശ്വതമല്ല. വളരെ മനോഹരമാണത്, എല്ലാം മനോഹരമാണ്, എല്ലാം സുഖം വളരെ മനോഹരമാണ്. പക്ഷേ കുറച്ച് നേരത്തേക്കുള്ളൂ, അതും വേണം. പക്ഷേ ഇതുണ്ടായിട്ടേ കാര്യമുള്ളൂ, അല്ലെ അത് തൃപ്തിപ്പെടില്ല. മനസ്സിലായോ? അലട്ടുന്നൊരു മനസ്സ് ജീവനില്ലാതെ ജീവിക്കാൻ തുല്യം, മരിച്ചവരെ തുല്യമാണ്. എന്തിനോ വേണ്ടി തേടുന്നത് മരിച്ചവർക്ക് തുല്യമാണ്. പക്ഷേ തേടണം ഉള്ളിൽ അത്രയും പീസും ശാന്തിയും ആനന്ദവും അനുഭവിച്ചുകൊണ്ട്. അല്ലെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കെല്ലാം നിങ്ങളൊരു ദുരിതമായി തീരും. അല്ലേ? എല്ലാവർക്കും ദുരിതമോ, നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു ദുരിതമായി പോകും. അതെ, നിങ്ങൾ തന്നെ ദുരിതമോ, നിങ്ങളുടെ ചുറ്റും എല്ലാം ദുരിതമായി തീരും. അത് ഇന്നറുമായി കണക്ട് ചെയ്തിരുന്നു. അത് എവിടെയും കിട്ടില്ല. എത്ര അലഞ്ഞാലും ഈ കണക്ഷൻ കിട്ടും. അതിന് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കണം. ഇരുന്നാൽ മാത്രമേ അത്, ഇത് നേച്ചറാണ്, ഈ സൃഷ്ടിയിലുള്ളതാണ് ഈ ഒരു ഊർജ്ജം. ഇതൊരു ശക്തി പ്രക്രിയയാണ് ഈ ഊർജ്ജം. അതിൻ്റെ വർധനവും ഇത് ആ ദിവ്യ മനസ്സിലേക്ക് കടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ റനാനുബന്ധ കർമ്മ എന്നൊക്കെ, മനസ്സിലായോ? ഇമോഷണലിൽ നിന്ന് നമ്മൾ ദൈവികത്തിൽ കടക്കുമ്പോൾ നമുക്ക് കർമ്മയില്ല. നിങ്ങൾ ഇതുമായി ചേർന്നാണ് ജീവിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇത് ഓരോരുത്തരുടെ ഘടനയാണ്, പറഞ്ഞല്ലോ. ഇത് എത്തണമെങ്കിൽ പോലും ഓരോരുത്തർ അതിലെ മാനത്തെ അറിയണം. അവർക്ക് അതിലേക്കുള്ള മാർഗം വെറുമല്ലേ, ഒരു വിശ്വാസം വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് പരിശീലനം, മെഡിറ്റേഷൻ മാത്രം ചെയ്യുക. ധ്യാനശക്തി ഈ ദിവ്യതയിലേക്ക് കടത്തും. അതാണ് ധ്യാനം ധാരണ എന്ന് പറയുന്നത്. അത് പിന്നെ കാലക്രമേണ ഒരാൾക്ക് ആത്മമുക്തി, സമാധി പോലുള്ള കാര്യം ഉണ്ടാക്കുന്നത്. അതിന് ഈ സ്റ്റേറ്റിനെ അറിയുക, ഇതിൻ്റെ പ്രാധാന്യത്തെ അറിയുക, എന്നാൽ മാത്രമേ എല്ലാം ആ രീതിയിൽ ജീവിക്കുള്ളൂ. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പോൾ നമുക്ക് അറിഞ്ഞു ഇതാണ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണം, സെൽഫ് റിയലൈസേഷൻ ചെയ്യണം പറഞ്ഞിട്ട് അറിഞ്ഞു. അപ്പോൾ അത് കർമ്മബന്ധനം എത്ര ഉണ്ടാവും? നമ്മൾ ഗുരുവിനെ തേടി പോകണം നമ്മൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഗുരു നമ്മളെ തേടിയിട്ട് വന്നിട്ട് പറയും നിങ്ങളുടെ ടൈമായി, ഇനി നിങ്ങൾ സെൽഫ് റിയലൈസേഷനിൽ വരണം പറഞ്ഞിട്ട് അതെങ്ങനെയാണ് സംഭവിക്കുക? ഒരു ഇൻഡിവിജ്വൽ സ്വയം ആഗ്രഹിക്കണോ ഇനി ഞാൻ അങ്ങോട്ട് പോവുകയാണ് സെൽഫ് റിയലൈസേഷന്, അതോ ആ കർമ്മം അവരെ ഓട്ടോമാറ്റിക്കലി ചെയ്യുമോ? അത് രണ്ട് തലങ്ങളായിട്ടാണ് എപ്പോഴും. ഒരു ജീവൻ ഇവിടെ എടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ കുടുംബത്തിലുള്ളവരൊന്നും തന്നെ ആത്മീയ പശ്ചാത്തലങ്ങളൊന്നും കാണില്ല. നമ്മുടെ ഒരു പശ്ചാത്തലത്തിലൂടെ വന്നാൽ പോലും അവർക്ക് അതിലൂടെ വിശ്വാസമില്ലാതിരിക്കുന്ന ആൾക്കാരെ പോലും, സ്വാമി വിവേകാനന്ദൻ പോലും എൻലൈറ്റഡ് ആയിരുന്നു. ആ പശ്ചാത്തലം നോക്കിയാൽ മതി. നമ്മൾ ചില ജന്മങ്ങൾ നമുക്കറിയാം, കുഞ്ഞുനാളിൽ തൊട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആത്മീയപരമായുള്ള സ്പന്ദനം ഉണ്ടാവും, ഒരു ദൈവികത്വം ഉണ്ടാവും. നമുക്കൊന്നും അറിയില്ലായിരിക്കും, ഈശ്വരനെ അറിയില്ല, പക്ഷെ നമുക്ക് എന്തോ ഒരു ഉള്ളിൽ നിന്ന് ഇത് ഒരിക്കലും നമുക്ക് നിരീക്ഷിച്ച് കളയാൻ പറ്റില്ല. നമ്മൾ എവിടെയൊക്കെ ജീവിച്ചാലും ഇതുകൊണ്ട് ചേർന്നായിരിക്കും, നമ്മളെപ്പോഴും കണക്റ്റഡ് ആയിരിക്കും ഈ ഒരു ഇതുമായിട്ട്, സ്പിരിച്വാലിറ്റി ആയിട്ട്. അങ്ങനെയുള്ളവർ പാസ്റ്റ് ലൈഫിൽ കുറേ സ്പിരിച്വൽ സാധന ഈ റിയലൈസേഷൻ പ്രക്രിയകളിൽ കടന്നു വന്നവരാണ്. അവർക്ക് ഈ ജന്മം എടുക്കുമ്പോൾ തന്നെ അറിയാം പർപ്പസ്. ഓരോ ജീവനും എത്തുന്ന എന്താണ്? ഈശ്വരീയ സാക്ഷാത്കാരത്തിന് അല്ലേ? ഈശ്വരീയ സാക്ഷാത്കാരത്തിനാണ് ഈ ശരീരം മനസ്സും. അപ്പം ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഈ ഒരു ബോഡിയും ശരീരവും എടുക്കും. ഈ വികാരങ്ങൾ വളർന്നു വരില്ലേ? ശരീരം വളരും, മനസ്സ് വളരും, വികാരങ്ങൾ വളരും. അപ്പം ഇത് ദൈവികത്തിൽ എത്തുന്നതിൻ്റെ മുൻപേ പലരും സാഹചര്യങ്ങളിൽ പെട്ട് കുടുങ്ങി പോകത്തേ ഉള്ളൂ.
മനസ്സിലായോ? വൈകാര്യമായുള്ള വികാരങ്ങൾ പോലെ വന്നിട്ട് ആധാര ചക്രങ്ങൾ മുകളിലോട്ട് പൊങ്ങിത്തുടങ്ങും. എന്നുവെച്ചാൽ ഇവിടെ പ്രാണൻ എത്തിയാലേ നിർവികൽപ്പ സമാധി എന്ന സ്റ്റേറ്റ് അനുഭവിക്കും, നിർവ്വാണ സ്റ്റേറ്റ്, ധ്യാനം സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വളരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു പിന്നെയും പോയിട്ട് കർമ്മബന്ധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും. ചിലവരെന്ത് ചെയ്യും, അതിൻ്റെ മുൻപേ തന്നെ എന്ത് ചെയ്യും, സ്പിരിച്വലി കണക്റ്റഡ് ആവുകയും അവർക്ക് പെട്ടെന്ന് തന്നെ എൻലൈറ്റ്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹം ശ്രീരാമ പരമഹംസൻ്റെ അരികിലേക്ക് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തുണ്ടായി, ആത്മജ്ഞാനം സംഭവിച്ചു. എന്തുകൊണ്ടാണ്? പാസ്റ്റ് ലൈഫിൽ ഇതിനു വേണ്ടിയിട്ടാണ് വന്നത്, മനസ്സിലായി, നിർവ്വാണം അറിയാനായിട്ടാണ്. ആ ഊർജ്ജം അത്രയും പാകപ്പെട്ടു. 21 വയസ്സ് കഴിഞ്ഞപ്പോൾ വരികയും അത് തിരിച്ചറിയുകയും ചെയ്തു. ചിലവരെന്ത് ചെയ്തും ഈ ജന്മം അതിനുവേണ്ടി പരിശ്രമിക്കും, അത് അടുത്ത ജന്മമായി തീരും. ഓരോരുത്തരും ടൈം എടുത്താണെങ്കിലും ഈ റിയലൈസേഷൻ പ്രക്രിയയിലോട്ട് കടന്നു പോകും. ഇതാണ് അതിൻ്റെ രീതി. അപ്പം ടൈം ചിലവരെന്ത് ചെയ്യും, ഒരു ഗുരു ആ സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്നവർക്ക് മനസ്സിലാവും. ഗുരു വരുമ്പം തന്നെ ഗുരുവിൻ്റെ ശിഷ്യരും പ്ലാൻഡ് ആണ് ഇവിടെ, അവർ ഓൾറെഡി തന്നെ ഇവിടെ ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് മുടി ബന്ധനം ചെയ്യുകയോ സന്യാസ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗുരു അവരെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഈ ലൈഫ് ടൈമിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ഈ ശരീരം ലെഫ്റ്റ് ചെയ്യുന്ന പരിപാടിയായിരിക്കും. അത് കുറച്ച് പേര്, ഇപ്പോൾ ആദിശങ്കരാചാര്യന് 2 പേരെ ഉണ്ടായിട്ടുള്ളൂ, ബുദ്ധൻ 7 പേരെ ഉണ്ടായിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? അവർ അത്രയും ഡിസേബിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഗുരുവിന്. എന്നാൽ ഗുരു തുറന്നു വെക്കുന്ന മാർഗം അതൊരു സന്യാസമായിരിക്കും, അതൊരു പ്രക്രിയയില്ല. ഈ ഗുരുവിൻ്റെ ഡിസേബിൾസിന് പ്രത്യേകിച്ച് ഒരു സാധനയും ചെയ്യേണ്ട ആവശ്യമില്ല, ഗുരുവിനോടൊപ്പം നിന്നാൽ മാത്രം മതി, മോചനം തന്നെ സംഭവിക്കുകയാണ്. ആ റിയലൈസേഷൻ തന്നെ പ്രക്രിയയിൽ കടക്കുകയാണ്. വെച്ചാൽ കുണ്ടലിനി കാശമാണ്, മനസ്സിലായോ അല്ലേ? ആഹ്വാനം സമർപ്പയാമി കുണ്ടലിനി കാശം തത്വമസ്യാകെ ലക്ഷ്യം. തത്വമസ്, ഞാനാകുന്ന ഈശ്വരീയ പൊരുളിലേക്ക് ഞാൻ ലയിക്കാൻ പോകുന്നു. അത് ആരുടെ കുണ്ടലിനി എന്താണ് കുണ്ടലിനി ചൈതന്യം? പ്രാണം മുകളിലോട്ട് പൊങ്ങുമ്പോഴേ നമുക്ക് നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നുള്ളൂ. അപ്പം ഇത് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗുരുവിൻ്റെ കുണ്ടലിനിയായിട്ട്. ആ ചൈതന്യത്തിൽ ആ 4 പേരും അല്ലെ 5 പേരോ 10 പേരോ ഇത്രയും ആളുള്ള ഡിസൈബിൾസ്, ഇത് ഗുരു അവരെ തേടിപ്പോവും. ഗുരു തേടിപ്പോയി അവരെ കണ്ടെത്തും. അവർക്ക് പ്രഭുവാണ്, ശിഷ്യരല്ല. ഗുരു ഇതിനു വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് പോലും. ഇവരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇവിടെ നിൽക്കുന്നത്. ആ ഗുരു അവരുടെ വീട്ടിൽ പോയിട്ടാണെങ്കിലും ചോദിക്കും, വരാൻ പറയും, അല്ല അവരെ നിർബന്ധിക്കും, നിങ്ങൾ വരണമെന്ന് പറഞ്ഞ്. മറ്റുള്ള ആൾക്കാർ ഈ സ്റ്റേറ്റിനെ അനുഭവിക്കും, അവർ സ്പന്ദനം അറിയും, അവർക്ക് സ്പിരിച്വലി ടേസ്റ്റ് അറിയാം, എസ്റ്റസിയുടെ ആ നിർവ്വാണ ടേസ്റ്റ് അറിയാം, അവയർനെസ്സിലുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതിനുള്ള മാർഗം ചോദിക്കും ഗുരുവിൻ്റെ അരികിൽ. അപ്പോൾ ഗുരു എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇങ്ങനൊരു വാസന കർമ്മം പോകാനായിട്ട് ഞാൻ ദീക്ഷ നൽകും. ദീക്ഷ നൽകിയാൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ നമ്മൾ അധികം കർമ്മബന്ധനത്തിൽ പോയി കൈ കലർത്താൻ പോകുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്, വാസന കർമ്മങ്ങളുടെ അളവ് കുറയുകയും നമ്മുടെ ഊർജ്ജം വർദ്ധിക്കാനും തുടങ്ങും. അപ്പം ഈ ഗുരു സമാധി ചെയ്യുമ്പോൾ അവിടെ എന്തായാലും ഒരു ഊർജ്ജ നിർമ്മാണം ഉണ്ടാവും. അവിടെ ഇരിക്കുമ്പം തന്നെ അവരും കുണ്ടലിനിയായിട്ട് കണക്റ്റഡ് ആവും. അങ്ങനെ അവർ മുക്തി പോകും. അപ്പോൾ ആദിശങ്കരാചാര്യക്ക് പുരി സന്യാസത്തിൽ എത്രയോ ആൾക്കാരെ മുക്തി പോകുന്നത് എന്തുകൊണ്ടാണ്? അതാ ജീവൻ അതുമായിട്ട് കണക്റ്റഡ് ആവും. ഇതാണ് സന്യാസത്തിൻ്റെയും അല്ലെ ഗുരു വന്ന് കണക്റ്റഡ് ആവുന്നതിൻ്റെയും ഒരു മാർഗം എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ തലം. സൂപ്പർ, ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച് ഗുരുജി. നമസ്കാരം.